നമസ്കാരം. ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കുന്നത് പാർട്ടി പത്രത്തിന്റെ സ്ഥിരം ശൈലിയാണ്. മോഹൻലാലിന്റെ പേരിൽ വ്യാജ അനുസ്മരണക്കുറിപ്പ് പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തിന്റെ അമ്മയെ കൊലപ്പെടുത്തിയ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് മോഹൻലാലിനോട് മാപ്പ് പറയുമോ? ഇത്തരം പിഴവ് ദേശാഭിമാനിക്ക് ഇത് ആദ്യമല്ല. മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററും ജനതാദൾ നേതാവുമായിരുന്ന എം പി വീരേന്ദ്രകുമാർ ഇടതു മുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന കാലത്ത് ദേശാഭിമാനിയിൽ ഭൂമി പിടിക്കാൻ മാതൃഭൂമി എന്നൊരു പരമ്പര പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. CPM-ൽ വിഭാഗീയത കത്തി നിന്ന അക്കാലത്ത് VS-നൊപ്പമായിരുന്നു മാതൃഭൂമി എന്നത് ഈ പരമ്പരയ്ക്ക് കാരണമായിരുന്നു. പരമ്പരയുടെ ഭാഗമായി 2007 ജൂലൈ 15-ന് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ MP വീരേന്ദ്രകുമാർ തന്റെ സഹോദരി MP സുശീല ദേവിയുടെ ഭൂമി തട്ടിയെടുത്തെന്നും അവർ അർബുദ ബാധിതയായി മരിച്ചുവെന്നുമായിരുന്നു TK രമേശ് ബാബു എഴുതിയ വാർത്ത. പിറ്റേന്ന് മാതൃഭൂമിയിൽ സുശീല ദേവിയുടെ വിശദമായ പ്രസ്താവന വന്നു. രോഗബാധിതയായിരുന്നുവെങ്കിലും ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്നതാണ് വസ്തുത. വീരേന്ദ്രകുമാറിന്റെ സ്നേഹപൂർണമായ പരിചരണവും അദ്ദേഹം ലഭ്യമാക്കിയ വിദഗ്ധ ചികിത്സയുമാണ് അതിന് കാരണം. എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എന്റെ അച്ഛനും ജ്യേഷ്ഠനും എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബ ബന്ധം തകർക്കാനുള്ള ശ്രമം എന്തിനു വേണ്ടിയാണ്? ഈ പകവീട്ടലും അപവാദ പ്രചരണവും അവസാനിപ്പിക്കാൻ ദേശാഭിമാനി തയ്യാറാകണം. ഉന്നത ധാർമ്മിക മൂല്യങ്ങളും പത്രപ്രവർത്തന നിലവാരവും ഞാൻ ദേശാഭിമാനി പത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞാണ് സുശീല ദേവി ദേശാഭിമാനിക്കെതിരെ പുറപ്പെടുവിച്ച പ്രസ്താവന അവസാനിപ്പിച്ചത്. മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ കഴിഞ്ഞ വർഷം ഇടുക്കി അടിമാലി സ്വദേശികളും വയോധികരമായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ചട്ടിയുമേന്തി യാചനാ സമരം നടത്തിയതിനെതിരെ സ്വീകരിച്ച നിലപാട് പത്രത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയതാണ്. മറിയക്കുട്ടിയുടെ മക്കൾ വിദേശത്താണെന്നും ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെന്നും സമരം തട്ടിപ്പാണെന്ന് സ്ഥാപിക്കാൻ ദേശാഭിമാനി എഴുതിയിരുന്നു. തനിക്കുണ്ടെന്ന് ദേശാഭിമാനി പറയുന്ന ഭൂമി കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് അധികാരികളെ സമീപിച്ചതോടെ അത് വിവാദമാവുകയായിരുന്നു. അതോടെ ഖേദം പ്രകടിപ്പിച്ച് ദേശാഭിമാനി തടിയൂരി. മാധ്യമങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിച്ച് ഇടത് സർക്കാരിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയും ദേശാഭിമാനിയും വേവലാതിപ്പെടുമ്പോഴാണ് ഇത്തരം വാർത്താവധങ്ങൾ പാർട്ടി പത്രത്തിൽ തന്നെ അടിക്കടി ഇടം പിടിക്കുന്നത്. സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനൽ വഴി പതിവായി സംസാരിക്കാറുള്ള CPM സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ആണിപ്പോൾ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ. ദേശാഭിമാനിക്ക് വാർത്തയിൽ പിഴയ്ക്കുമ്പോഴെല്ലാം അദ്ദേഹവും സമാധാനം പറയേണ്ടി വരും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.